പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാനൊരു വചനം എടുത്തപ്പോൾ എനിക്ക് വചനം കിട്ടിയത് മലാക്കി 4:2 എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിയുടെ സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകിൽ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടുന്നായിരുന്നു. ഐ വിഷനിലെത്തി. അവർ ഞങ്ങളെ ഒന്ന് കാണാൻ പോലും, ഞങ്ങൾ ആ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ കാണാൻ പോലും ഒന്ന് കൂട്ടാക്കിയില്ല. വളരെ നിരാശയോട് കൂടി മടങ്ങിയെങ്കിലും ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞില്ല. ഇത്രയും ചെയ്തെന്ന മാതാവിന് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വീണ്ടും മുട്ടുകൂത്തി നിന്ന് ഞാൻ 2 തിരിയും കത്തിച്ച് വെച്ച് രാത്രിയൊക്കെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ ഭർത്താവ് വന്നിട്ട് എന്നോട് ചോദിച്ചു, അവിടെ നിന്ന് നിന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, പക്ഷെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത് വേറൊന്നുമല്ല, ഞാൻ നിന്ന ദിവസത്തെങ്കിലും കഷ്ടപ്പെട്ട ദിവസത്തെങ്കിലും എനിക്ക് തരണേ മാതാവേ, ഞാൻ അത്രേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ നിന്ന ദിവസത്തെ സർട്ടിഫിക്കറ്റ് തരാനായിട്ട് അവിടെ നിന്ന് തീരുമാനമായിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് നേരത്തേക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയാതെ ഞാനിങ്ങനെ തരിച്ചു നിന്നെങ്കിലും മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ നന്ദി പറഞ്ഞു. കുരിശിൽ രക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയെ നൽകിയവൻ, എനിക്ക് ആവിയെ നൽകിയവൻ. കുരിശിൽ രക്തം ചൊരിഞ്ഞു